ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദേവസ്വം ബോർഡ് LDC പരീക്ഷകളിൽ മുൻവർഷത്തിൽ ചോദിച്ചിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇല്ല, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തത് ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. അപ്പൊ പുരാണ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ അതൊരു പുഷ്പക വിമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആര് നിർമ്മിച്ചതാണ്? ദേവശില്പി വിശ്വകർമാവ് ആർക്ക് വേണ്ടിയിട്ടാണ്? ബ്രഹ്മദേവന് വേണ്ടി നിർമ്മിച്ച ഒരു വിമാനമായിരുന്നു ഇത് അല്ലെ. ആരാണ്? വിശ്വകർമാവ് നിർമ്മിച്ചത് അല്ലെ. ദേവശില്പി വിശ്വകർമാവ് നിർമ്മിച്ചതാണ്. ഇനി ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അറിയാത്തവരുണ്ടാകും, അറിയുന്നവരുണ്ടാകും, എങ്കിൽ കൂടി ഞാനൊന്ന് പറയാണ്. നിങ്ങൾക്കറിയാം ബ്രഹ്മദേവന് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു വിമാനമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വിശ്വാസ് മുനിയുടെ പുത്രൻ കുബേരൻ എന്ത് ചെയ്യാണ്? ബ്രഹ്മാവിനെ തപസ് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ തപസ് വഴി പുഷ്പക വിമാനം നേടുകയാണ്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? കുബേരനിൽ നിന്നും ലങ്കാധിപതി അല്ലെ ആരാണ്? നമുക്കറിയാം രാവണൻ, അസുര രാജാവാണ് രാവണൻ. പിന്നീട് ഇത് എന്ത് ചെയ്യാണ്? കുബേരനിൽ നിന്ന് ബലമായിട്ട് തട്ടിയെടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കറിയാം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവരാനായിട്ടും ഈ പുഷ്പക വിമാനമാണ് ഉപയോഗിച്ചത്. പിന്നീട് നമുക്കറിയാം രാവണനും രാമനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം അവിടെ എന്താ സംഭവിക്കുന്നത്? സീതയെ തിരിച്ച് രാമൻ കൊണ്ടുവരുന്നതും ഈ പറയുന്ന പുഷ്പക വിമാനത്തിനാണ്. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യാണ്? രാവണന്റെ സഹോദരന് ആരാണ്? വിഭീഷണന് ഇത് തിരിച്ച് നൽകുകയും ആര് ചെയ്തു? രാമൻ നൽകുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതാണ് ഉത്തരം? വിശ്വകർമാവ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, 100 പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന വരം ഗാന്ധാരിക്ക് നൽകിയത് ആര്? ആരാണ് ഗാന്ധാരിക്ക് നൽകിയത്? അപ്പൊ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ആര് തന്നെയാണ്? നമുക്കറിയാം വ്യാസനാണെന്നുള്ളത് അല്ലെ. ആരാണ്? വ്യാസനാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ നമുക്കൊന്ന് നോക്കാം. 100 പുത്രന്മാര് മാത്രമല്ല, ഗാന്ധാരിക്ക് ഒരു പുത്രി കൂടി ഉണ്ടായിരുന്നു അല്ലെ. ഗാന്ധാരി എന്താണ്? വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു ശിവഭക്തയായിരുന്നു അല്ലെ. അങ്ങനെ ഗാന്ധാരിയിൽ സംപ്രീതനായിട്ടുള്ള ശിവൻ അനുഗ്രഹിക്കുകയാണ്. എന്താണ്? അവർക്ക് 100 പുത്രന്മാരെ പ്രസവിക്കട്ടെ എന്ന് ഒരു അനുഗ്രഹം നൽകുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഭീഷ്മർ ഇതിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിപ്പിക്കാനായിട്ട് ഗാന്ധാരിയെ എന്താണ് വിവാഹം കഴിപ്പിക്കാനായിട്ട് ഒരു പദ്ധതി ഇടുകയാണ്. അങ്ങനെ പദ്ധതി ഇടുന്ന സമയത്ത്, വിവാഹം കഴിക്കുന്ന സമയത്ത് അറിയായിരുന്നു ഗാന്ധാരി വളരെ പതിവ്രതയായിരുന്നു അല്ലെ. സ്വന്തം ഭർത്താവിന് കണ്ണിന് കാഴ്ചയില്ല എന്നറിഞ്ഞ് സമയത്ത് തന്നെ എന്താണ് ഗാന്ധാരിയും തന്റെ കണ്ണ് മൂടി പട്ടുതുണി കൊണ്ട് മൂടി വെച്ച് അങ്ങനെ അതുപോലെ ജീവിച്ചതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് നമുക്ക് പറയാം സ്വന്തം കണ്ണുകൾ മൂടി സ്വയം അന്ധയായ ഒരു പതിവ്രതയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? നമുക്കറിയാം ഓൾറെഡി ഈ ഗാന്ധാരി ശിവഭക്തയാണ്. അങ്ങനെ ഒരു ദിവസം വിശപ്പും ദാഹം കൊണ്ട് വ്യാസൻ എന്ത് ചെയ്യാണ്? ഒരിക്കൽ ഗാന്ധാരിയുടെ അടുക്കൽ വരികയാണ്. അപ്പോൾ ഗാന്ധാരി എന്ത് ചെയ്യാണ്? വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണ പാനീയങ്ങൾ നൽകിക്കൊണ്ട് വിശപ്പും ദാഹവും ഒക്കെ അങ്ങനെ ശമിപ്പിച്ചു. അപ്പൊ വ്യാസൻ സന്തോഷം കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. അതായത് 100 പുത്രന്മാർ ഗാന്ധാരിക്ക് ജനിക്കുമെന്ന് പറയാണ്. അങ്ങനെ തന്നെ എന്ത് ചെയ്യാണ്? വളരെ പെട്ടെന്ന് അവർ ഗർഭിണിയായി. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ഗാന്ധാരിക്ക് എന്തുണ്ടാവുന്നില്ല? കുട്ടികൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പ്രസവിക്കുന്നില്ല. ആ സമയത്താണ് നമുക്കറിയാം പാണ്ഡു ഭാര്യ ആരാണ്? കുന്തി ദേവി അല്ലെ. കുന്തി ദേവി ഒരു മകനെ പ്രസവിച്ചു എന്നറിയുമ്പോൾ ഗാന്ധാരി എന്താണ്? വളരെ ദുഃഖിതയാവുകയാണ്. ആ ദുഃഖിതയായ ഗാന്ധാരി സ്വയം വയറിലേക്ക് ശക്തമായിട്ട് ഇടിക്കുകയാണ്. ഗർഭപാത്രത്തിൽ ശക്തമായിട്ട് ഇടിക്കുന്ന സമയത്ത് മാംസപിണ്ഡം, വലിയൊരു മാംസപിണ്ഡം പുറത്തു വരികയാണ്. ആ സമയത്ത് വ്യാസൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ മാംസപിണ്ഡം എന്ത് ചെയ്യാണ്? ഈ മാംസപിണ്ഡം 100 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നെയ് നിറച്ച ഒരു പാത്രത്തിൽ ഇടാനായിട്ട് ഉപദേശിക്കുകയാണ്. അങ്ങനെ വ്യാസൻ അത് എന്ത് ചെയ്യണം? വ്യാസൻ തന്നെ കഷ്ണങ്ങളാക്കി ഈ പറയുന്ന രീതിയിൽ അത് നെയ് നിറച്ച പാത്രത്തിലാക്കുകയാണ്. ആ സമയത്ത് ഗാന്ധാരി ഒരു ആഗ്രഹം കൂടി പ്രകടിപ്പിക്കുകയാണ്. എന്താണ്? തനിക്കൊരു പെൺകുട്ടിയെ കൂടി പ്രസവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഗാന്ധാരി പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ വ്യാസൻ എന്ത് ചെയ്യാണ്? അതിനെ 100-ൽ നിന്ന് 101 കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ പറയുന്ന ഒരു പാത്രം നിറയെ നെയ്യിക്കകത്തായിട്ട് വെക്കുകയാണ്. ആ സമയത്ത് എന്താണ്? പാത്രങ്ങൾ പൊട്ടുന്നു. 100 പുത്രന്മാരും അതുപോലെ ഒരു മകളുടെ പേരെന്താണ്? ദുശ്ശള.
ദുശ്ശള എന്ന് പേരിടുകയും മക്കളിൽ അവരുടെ ആ 100 പേർക്കും കൗരവർ എന്ന് പേര് നൽകുകയും ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്ന ആരാണ്? വ്യാസനാണ്. 100 പുത്രന്മാർ ലഭിക്കട്ടെ എന്ന വരം ഗാന്ധാരിക്ക് നൽകിയത് വ്യാസനാണ്. ശരി, ഇനി മൂന്നാമത്തെ ചോദ്യം, ഘടോൽകചൻ ആരുടെ മകനാണ്? ഘടോൽകചൻ ആരുടെ മകനാണ്? നമുക്കറിയാം ഭീമസേനന്റെ മകനാണ് അല്ലെ. ആരുടെ മകനാണ്? ഭീമസേനന്റെ മകനാണ്. അപ്പം ആർക്കാണ്? അതായത് നമുക്കറിയാം പാണ്ഡവ പുത്രനായിരുന്ന ഭീമസേനന് ആരിൽ ജനിച്ച മകനാണ് ഈ പറയുന്ന ഘടോൽകചൻ എന്ന് പറയുന്നത്? രാക്ഷസിയാണ്. രാക്ഷസിയായ ഹിഡുംബിയിൽ ജനിച്ച പുത്രനാണ്. അതായത് ഭീമസേനന് ഹിഡുംബിയിൽ ജനിച്ച പുത്രനാണ് ഘടോൽകചൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് പറയാനായിട്ട് പറ്റും ഘടോൽകചൻ എന്താ ചെയ്തത്? മഹാഭാരത യുദ്ധം ഉണ്ടാവുന്ന സമയമുണ്ട്. ആ സമയത്ത് ആരുടെ പക്ഷത്താ നിന്നത്? പാണ്ഡവ പക്ഷത്ത് നിലയുറപ്പിച്ചു നിന്നതാണ്. ഇനി ഘടോൽകചനെ വധിച്ചത് ആരാണ്? ആ സമയത്ത് കർണനാണ് ഘടോൽകചനെ വധിക്കുന്നത്. അതായത് കർണൻ എന്ത് ചെയ്യാണ്? അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവ്യായുധമായിട്ടുള്ള ഒരു വേല് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വേല് ഘടോൽകചനെ വധിക്കുകയാണ്. അതിന് ഘടോൽകചനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വധിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഈ സമയത്ത് പാണ്ഡവര് ഒളിവില് താമസിക്കുന്ന സമയത്ത് അല്ലെ, ഹിഡുംബി എന്ത് ചെയ്യാണ്? ഭീമസേനനെ കണ്ട് പ്രണയത്തോടു കൂടിയിട്ട് സമീപിക്കുന്നുണ്ടെങ്കിൽ പോലും ഭീമസേനൻ നിരസിക്കുകയാണ്. പിന്നീട് അവര് ഈ പറയുന്ന ഹിഡുംബിയുടെ ജ്യേഷ്ഠനുമായിട്ട് ഭീമസേനൻ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഹിഡുംബിയുടെ സഹോദരൻ മരിക്കുകയും ചെയ്യാണ്. അപ്പം വിഷമത്തോടെ എന്ത് ചെയ്യാണ്? കുന്തി ദേവിയുടെ അടുത്തേക്ക് ആര് ചെല്ലുകയാണ്? ഈ പറയുന്ന ഹിഡുംബി പോവുകയാണ്. അങ്ങനെ കുന്തിയുടെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം ഭീമസേനൻ എന്ത് ചെയ്യാണ്? ഈ രാക്ഷസിയായ ഹിഡുംബിയെ സ്വീകരിക്കുന്നു. അതേ തുടർന്ന് കുറച്ചു നാള് നാട്ടിൽ ജീവിക്കും. ഓക്കെ, കുറച്ചു നാള് നാട്ടിലല്ല കാട്ടിൽ ജീവിക്കും. പിന്നീട് മകൻ കുറച്ചു നാള് ജീവിച്ച് തിരിച്ച് ഭീമൻ പാണ്ഡവരിലേക്ക് അല്ലെങ്കിൽ അവർ തിരിച്ച് അമ്മയുടെയും അനുജന്മാരുടെ അടുത്തേക്ക് മടങ്ങണം എന്നുള്ള ഒരു വ്യവസ്ഥയിലാണ് അവരെന്ത് ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഭീമൻ. അടുത്ത ചോദ്യം നോക്കാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവിയെ അറിഞ്ഞോ അറിയാതെയോ ആരും വിളിച്ചു പോകരുതെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം ഏതാണ്? ചെറുവള്ളിക്കാവ്, വള്ളിയങ്കാവ്, വള്ളിയൂർക്കാവ് ക്ഷേത്രം, വള്ളിയനാക്കിട്ട് കാവ് ക്ഷേത്രം. ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? ഇതിന്റെ ഉത്തരം വരുന്നത് വള്ളിയങ്കാവ് ക്ഷേത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ AZB അക്കാഡമിയിൽ ദേവസ്വം LDCക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത ഓരോ ഡേയും, അതായത് Day 1, Day 2, Day 3 അങ്ങനെ ഓരോ Day 5 ആകുമ്പം 4 ദിവസത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് എക്സാമുകൾ, ടെസ്റ്റ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ 150 ദിവസത്തോളം നമ്മളുടെ കോഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് സിലബസും നമ്മൾ തീർക്കുന്നതാണ്. പിന്നെ പരീക്ഷ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിവിഷനും ലൈവ് ക്ലാസ്സുകളും നൽകുന്നതാണ്. അപ്പം എല്ലാ പോർഷൻസും നിങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിൾ പ്രകാരം മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ട് പഠിച്ച് ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്, അതായത് സ്പെഷ്യൽ സെഷൻസ്, സ്പെഷ്യൽ ടോപ്പിക്സിനായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി എന്ത് ചെയ്യാടാ? ഇതാണ്ട് ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി? ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വധിച്ചതാര്? ദ്രോണാചാര്യരെ വധിച്ചത് ആരാണ്? ദ്രുപദൻ ദ്രോണാചാര്യോട് അല്ലെ, ദ്രുപദന്റെ ഒരു കഥയുണ്ട്. ദ്രുപദന്റെ ആരാ? ദ്രുപദൻ എന്നറിയാവോ? അതായത് ശ്രദ്ധിച്ചോളൂ. ദ്രുപദൻ എന്ന് പറയുന്ന ഒരു കുട്ടി ദ്രോണാചാര്യരും ആ സമയത്ത് പഠിക്കാനായിട്ട് രണ്ടുപേരും ഗുരുകുലത്തിൽ ചെല്ലുകയാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായി. അങ്ങനെ കൂട്ടുകാരായ സമയത്ത് ദ്രുപദൻ പറയാണ്, ഞാൻ ഇന്ന രാജാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാജ്യം നിന്റേത് കൂടെയായിരിക്കും, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അവർ ഭയങ്കര കൂട്ടായിട്ട് പഠിക്കുന്ന ഗുരുകുലത്തിൽ വെച്ച് ഭയങ്കര കൂട്ടാവാണ്. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞ് ദ്രുപദൻ പഠനമെല്ലാം കഴിഞ്ഞ് ദ്രോണാചാര്യരുടെ കാര്യം നോക്കി പോകുന്നു. ദ്രുപദന്റെ കാര്യമായിട്ട് നോക്കി പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദ്രോണാചാര്യർ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യ മേഖലയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദ്രോണാചാര്യൻ കല്യാണമൊക്കെ കഴിച്ച ഒരു മകൻ ഉണ്ടാവാണ്. ആരാ? ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥമാവാണ് അല്ലെ.
അങ്ങനെ അശ്വത്ഥമാവ് കൂട്ടുകാർ കളിച്ച സമയത്ത് ഈ പറയുന്ന ദ്രോണാചാര്യന് പാല് വാങ്ങിച്ചു കൊടുക്കാൻ പണമില്ലാതെ വരികയാണ്. പാല് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരെ അരിപ്പൊടി കലക്കി എന്ത് ചെയ്യാണ്, വെള്ളം കലക്കി അശ്വത്ഥമാവിന് കൊടുത്ത് പറ്റിക്കുകയാണ്. അപ്പൊ നിന്റെ അച്ഛൻ അതുപോലെ വാങ്ങിത്തരാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അത് ആരറിയുന്നു? ദ്രോണാചാര്യർ അറിഞ്ഞ് വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ദ്രുപദൻ പണ്ട് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. എന്താ? എന്റെ രാജ്യം നിന്റേത് കൂടെയാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ മകനെ എല്ലാം കൂട്ടിക്കൊണ്ട് ദ്രോണാചാര്യർ ദ്രുപദനെ കാണാൻ പോകുന്ന സമയത്ത് ദ്രുപദൻ എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുകയാണ്. പണ്ട് കാലത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെക്കുകയാണോ, നീ ഒരു യാചകനാണെന്ന് വളരെ മോശമായിട്ട് പെരുമാറുന്നു. അതിൽ വളരെ വിഷമം തോന്നിയ ദ്രോണാചാര്യർ മകനെയും കൂട്ടി പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്തിനപുരിയിലേക്ക് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിട്ട് ദ്രോണാചാര്യരെ ചെല്ലുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് രാജകുമാരന്മാരോട് ദ്രോണാചാര്യ പറയാണ് ദ്രുപദനെ പിടിച്ചു കൊണ്ടുവരണം, യുദ്ധം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യാണ്, ദ്രുപദനെ പിടിച്ചു കെട്ടി അർജുനനും അതുപോലെ പാണ്ഡവർ കൊണ്ടുവന്ന് മുന്നിൽ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ദ്രുപദൻ എന്ത് ചെയ്യാണ്, ദ്രോണരോട് മാപ്പ് ചോദിക്കുകയാണ്. പക്ഷെ തൽക്കാലം അത് മുന്നിൽ ചെയ്തെങ്കിലും ദ്രോണരോട് ദ്രുപദന് എന്തുണ്ട്, ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു എന്താ പറയുന്ന വെറുപ്പുണ്ട്. ഓക്കെ, അങ്ങനെ ദ്രോണരെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് ദ്രോണാചാര്യരെ കൊല്ലണം എന്നുള്ള ചിന്ത മനസ്സിലിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരുപാട് ഈ ഒരു പൂജ ചെയ്യാണ്. അതുപോലെ പല രീതിയിലുള്ള ദ്രോണാചാര്യനെ കൊല്ലാനായിട്ട് ശക്തിയുള്ളൊരു പുത്രൻ വേണം. അതുപോലെ ആ വീരന്മാരിൽ ഏറ്റവും വീരനാണ് അർജുൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അർജുനന് നൽകാനായിട്ട് ഒരു സുന്ദരിയായ മകളും തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഭിചാര ക്രിയയൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആചാര്യന്മാരെ തിരക്കി അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു യാഗം ചെയ്യുകയാണ്. അങ്ങനെ യാഗം ചെയ്തപ്പോൾ ഒരു മകനും ലഭിക്കുകയാണ്, ഒരു മകളും ലഭിക്കുകയാണ്. 18 മാസമാണ് അഗ്നിയിൽ നിന്ന് ആ ഒരു യാഗം ചെയ്യുന്നത്. അഗ്നിയിൽ നിന്നുകൊണ്ടാണ്, അഗ്നിയിൽ നിന്നും ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു പുത്രൻ വരികയാണ്. ആ പുത്രന്റെ പേരെന്താണ്? ദൃഷ്ടദ്യുമ്നനാണ്. ആരാണ്? ദൃഷ്ടദ്യുമ്നനാണ്. അപ്പൊ അങ്ങനെ കൃഷ്ണ എന്ന സ്ത്രീ ഉയർന്നു വരികയാണ്. ഈ ദൃഷ്ടദ്യുമ്നനാണ് അഗ്നിയിൽ നിന്നും പുറത്തു വരുന്ന സമയത്ത് ദ്രോണാചാര്യരെ നീ വധിക്കുമെന്ന്, എന്താണ്, യുദ്ധത്തിൽ ദ്രോണരെ വധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൃഷ്ണയെ നിങ്ങൾക്കറിയാവോ? ആരാ കൃഷ്ണ? അതായത് കൃഷ്ണയാണ് നമ്മളുടെ പാഞ്ചാലി അഥവാ അർജുനന്റെ ഭാര്യ, ആക്ച്വലി പാണ്ഡവന്മാരുടെ ഭാര്യയായ പാഞ്ചാലി. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് മഹാഭാരത യുദ്ധത്തിൽ അങ്ങനെ ദ്രോണാചാര്യരെ വധിക്കുന്ന ആരാണ്? ദൃഷ്ടദ്യുമ്നനാണ്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി 6ാമത്തെ ചോദ്യം, പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരേപോലെ പ്രവേശനമുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അറിയാം, എവിടെയാണ്? വയനാട് അല്ലെ? ശരി. ഇനി 7ാമത്തെ ചോദ്യം, കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം സ്വത്തുണ്ടായിരുന്നതും ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്ന് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. അതായത് ഇതിന്റെ പിന്നിലും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എന്താണെന്നറിയാവോ? അതായത് പുരാതന കാലത്ത് കേരളത്തില് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന സ്വത്തുക്കൾ ഉണ്ടായിരുന്നത്, വളരെയധികം സമ്പത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ഏത് ക്ഷേത്രമാടാ? ഈ പറയുന്ന തൃക്കാരിയൂർ ക്ഷേത്രം പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്താ സംഭവിച്ചത്? 1877 നമ്മൾക്ക് 1856 അതൊക്കെ കഴിഞ്ഞ് റിവോൾട്ടൊക്കെ നടന്ന് 1887 മദ്രാസ് സർക്കാർ എന്ത് ചെയ്യാണ്, കമ്മീഷൻ ചെയ്ത ഒരു മലബാർ മാനുവൽ ഉണ്ട്. ആരാ അത് എഴുതിയത്? അത് എഴുതിയത് വില്യം ലോഗൻ ആണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡൈനാമൈറ്റ് ഉപയോഗിച്ചത് ഈ ക്ഷേത്രത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് 1884 ഒരു ഏകദേശം ഒരു ക്രിസ്മസ് ദിനത്തിലാണ് അവിടെ ഈ ക്ഷേത്രം 12 മുസ്ലിം പട്ടാളക്കാരെ ക്ഷേത്രം പിടിച്ചെടുക്കുകയാണ്. അപ്പൊ അവരെ പിടിക്കാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. പക്ഷെ അവസാനം ഡൈനാമൈറ്റ് ഉപയോഗിക്കുകയാണ്. ഈ ഡൈനാമൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇവർക്ക് ഇത് ഉപയോഗിക്കാനൊന്നും അറിയില്ല. അപ്പം ഈ ഡൈനാമൈറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് അറിയില്ലായിരുന്നു. ഒരു മാലയിൽ ഇങ്ങനെ എന്താണ്, മാലപ്പടക്കം പോലെ കോർത്തിട്ട് ഇടുകയാണ്. അങ്ങനെ ഇട്ട സമയത്ത് എന്താണ്, അത് ശരിയായ അറിവില്ലാത്തത് കൊണ്ട് ആ സ്ഫോടനം സംഭവിക്കുകയാണ്. അങ്ങനെ സ്ഫോടനം സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ക്ഷേത്രത്തിലെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു. ഓക്കെ ആണല്ലോ അല്ലെ? ശരി.
ഇനി 8ാമത്തെ ചോദ്യമാണ്, തിരുവനന്തപുരം ജില്ലയില് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് ആഘോഷിച്ചിരുന്നത്? അപ്പൊ നമുക്കറിയാം എത്ര വർഷം കൂടുമ്പോഴാണ്? 6 വർഷം കൂടുമ്പോഴാണ് അല്ലെ? എത്രയാണ്? 6 വർഷം കൂടുമ്പോഴാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് കേട്ടോ. 6 വർഷം. അപ്പൊ ആരാണ് ഈ പറയുന്ന മുറജപം എന്ന് പറയുന്ന ഈ ഒരു ആചാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അല്ലെ ഏറ്റവും ശക്തനായ കൊളച്ചൽ യുദ്ധത്തില് ആരെയാണ്? ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ശ്രീ പത്മനാഭസ്വാമിക്ക് തന്റെ രാജ്യം മുഴുവനും എന്താണ് കാൽക്കീഴിൽ വെച്ച് അല്ലെ? പത്മനാഭസ്വാമിക്ക് തൃപ്പടിദാനത്തിലൂടെ തന്റെ സാമ്രാജ്യം സമർപ്പിച്ച വ്യക്തിയാണ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ അല്ലെ? അതേപോലെ നമുക്ക് പറയാൻ പറ്റും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ആചാരമാണ് മുറജപം, ഭദ്രദീപം. ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് തന്നെയാണ്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട 8 സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വരുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you so much.